പാതിവില തട്ടിപ്പിൽ സംസ്ഥാനത്ത് ഇഡിയുടെ വ്യാപകമായ പരിശോധന നടക്കുകയാണ്. സായിഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദകുമാർ, കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ്, മുഖ്യപ്രതി അനന്തു കൃഷ്ണൻ തുടങ്ങിയവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഓഫീസുകളിലുമൊക്കെ 12 ഇടങ്ങളിലാണ് ഒരേ സമയം പരിശോധന. അനന്തു കൃഷ്ണന്റെ കടവന്ത്രയിലെ ഓഫീസിൽ ക്രൈംബ്രാഞ്ചും റെയ്ഡ് നടത്തുന്നുണ്ട്. ഉദ്ദേശിച്ചത് മണി ചെയിൻ മാതൃക എന്ന് പ്രതി അനന്തു കൃഷ്ണൻ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞു. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ, നിതിൻ അംബുജൻ, ലാലി വിൻസെന്റ് എന്നിവർ ചേരുന്നു. ആദ്യം ഞാൻ ഷഫീദ് റാവുത്തറിലേക്ക് പോകുന്നു. ഷഫീദ്, ആയിരക്കണക്കിന് മനുഷ്യരിൽ നിന്നായി കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്ത കേരളം ഞെട്ടിയ ഒരു തട്ടിപ്പാണ്. അതിൽ കള്ളപ്പണ ഇടപാടുണ്ടോ എന്നതാവില്ലേ ഇഡി പരിശോധനയുടെ അന്വേഷണ ലക്ഷ്യം? ഷഫീദ്. അശ്വി, നിരവധി ആളുകൾ, അതായത് ആയിരക്കണക്കിന് ആളുകളുടെ പണം നഷ്ടമായ പാതിവില തട്ടിപ്പിൽ ഏതൊക്കെ തരത്തിലുള്ള എക്കണോമിക് ക്രൈമുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തുകയാണ് ഇ ഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി നമുക്ക് ഈ റെയ്ഡിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ പ്രത്യേക അന്വേഷണ സംഘം റെയ്ഡിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപ് ഇ ഡി ഇങ്ങനെ ഒരു കേന്ദ്ര ഏജൻസി ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കണമെങ്കിൽ അത്രത്തോളം ഗൗരവം ഈ വിഷയത്തിലുണ്ട്. മാത്രമല്ല, കേന്ദ്രത്തിലെ തന്നെ മറ്റ് ഏജൻസികളുടെ വിവരശേഖരണം അടക്കമുള്ള കാര്യങ്ങളുടെ പ്രാഥമിക വിവരശേഖരണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു റെയ്ഡിലേക്ക് ഇ ഡി കടന്നത് എന്ന് നമുക്ക് വിലയിരുത്താനും കഴിയും. ഇന്ന് രാവിലെ ഏതാണ്ട് 7:30-ക്കും 8 മണിക്കും മധ്യയാണ് കേരളത്തിൽ 12ഓളം ഇടങ്ങളിൽ ഒരേ സമയം ഇ ഡി റെയ്ഡ് ആരംഭിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ശാസ്തമംഗലത്തെ സായിഗ്രാമം ഗ്ലോബൽ ഡയറക്ടറായിട്ടുള്ള കെ എൻ ആനന്ദകുമാറിൻ്റെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻപിലാണ്. ശാസ്തമംഗലത്ത് നിന്ന് പൈപ്പിൻമൂടിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്ന ഒരു പ്രധാനപ്പെട്ട കെട്ടിടമാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 10-18 കിലോമീറ്റർ അപ്പുറമാണ് തോന്നക്കൽ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് സായി ഗ്രാമവും അനുബന്ധ കെട്ടിടവും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ആദ്യം ഈ വീട്ടിലാണ് ഇ ഡി ഉദ്യോഗസ്ഥരുടെ റെയ്ഡ് ആരംഭിച്ചത്. കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നുമുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി. അതിനുശേഷം റെയ്ഡ് നടപടികൾ ആരംഭിച്ചു. കെ എൻ ആനന്ദകുമാർ ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ചികിത്സാ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച ആശുപത്രിയിൽ നിന്ന് അദ്ദേഹം ഇവിടെയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീട്, അതിന് തൊട്ടപ്പുറത്തേക്ക് ഒരു കൊച്ചി കെട്ടിടം, ആ കെട്ടിടവും കഴിഞ്ഞ് നമുക്ക് നോക്കിയാൽ സായിഗ്രാമം സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊരു കെട്ടിടം കൂടി നമുക്ക് കാണാൻ സാധിക്കും. അവിടെയും ഉദ്യോഗസ്ഥർ റെയ്ഡ് നടക്കുന്നുണ്ട്. 8 മണിക്ക് ആദ്യം വീട്ടിലാരംഭിച്ച റെയ്ഡ് 8:40 കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നു. രണ്ടാമതെത്തിയ ഉദ്യോഗസ്ഥർ ഈ സായിഗ്രാമം സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കെട്ടിടത്തിൽ അവിടെയും പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഹഷ്മി, ഇന്നത്തെ ദിവസം ഇവിടെ റെയ്ഡ് നടക്കുന്നു എന്നുള്ളതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കെ എൻ ആനന്ദകുമാർ 2ാം പ്രതിയായിട്ടുള്ള കേസിൽ, ആ കേസിൽ മുൻകൂർ ജാമ്യ ഹർജിയുമായി കെ എൻ ആനന്ദകുമാർ തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നു. ആ കോടതി ഇന്ന് ഈ കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. പോലീസ് റിപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിക്കാതിരുന്നത്. അപ്പോൾ ആ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കെ ഇ ഡിയുടെ റെയ്ഡ് എന്നുള്ളതും ഒരു പ്രത്യേകതയുള്ള സംഭവമാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ഇ ഡി റെയ്ഡിന്റെ വിവരം കോടതിക്ക് മുൻപിലെത്തിയാൽ ഒരു പക്ഷേ മുൻകൂർ ജാമ്യം എന്നുള്ള ഒരാവശ്യം കോടതി തള്ളാനുള്ള സാധ്യത അത് വളരെ കൂടുതലാകും എന്നുള്ളതും ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം. ആ മുൻകൂർ ജാമ്യ ഹർജിയിൽ കെ എൻ ആനന്ദകുമാർ എല്ലാ കുറ്റവും അനന്തു കൃഷ്ണന്റെ മേലേക്ക് ചാരിയായിരുന്നു ആ ഹർജി കോടതിയിൽ നൽകിയത്. കാരണം ഏതെങ്കിലും തരത്തിൽ തട്ടിപ്പിടപാടിനെക്കുറിച്ചോ സാമ്പത്തിക ഇടപാടിനെക്കുറിച്ചോ തനിക്കറിവില്ല. പകരം ഇക്കാര്യങ്ങളൊക്കെ അറിവുണ്ടായിരുന്നയാൾ 1ാം പ്രതി അനന്തു കൃഷ്ണനാണ്. താൻ നേരിട്ട് പണം വാങ്ങിയിട്ടില്ല, പണം വാങ്ങിയിട്ടുള്ളത് അനന്തു കൃഷ്ണനാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മുൻകൂർ ജാമ്യ ഹർജിയിൽ കെ എൻ ആനന്ദകുമാർ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ ഈ പറയുന്ന മാറ്റർ ഓഫ് ഫാക്ട്സിൽ മറ്റൊരു തരത്തിലേക്ക് വിലയിരുത്തേണ്ട കാര്യമാണ്. പക്ഷേ നിലവിലിപ്പോൾ ഇ ഡി അന്വേഷിക്കുന്നത് ഈ ക്രൈമുമായി ഏതാണ്ട് 350-ലധികം കോടി രൂപയുടെ തട്ടിപ്പ് നടന്ന ഈ ക്രൈമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും വിവരശേഖരണവും അതിനൊക്കെ അപ്പുറത്തേക്ക് അവരുടെ എക്കണോമിക് പർപ്പസുകൾക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കും. അവരുടെ വരുമാന സ്രോതസ്സുകൾ പരിശോധിക്കും, അവർ ചെലവഴിച്ച തുകകളെക്കുറിച്ച് പരിശോധിക്കും, അവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ, ആ സ്ഥാപനങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഈ സായിഗ്രാമം എന്ന് പറയപ്പെടുന്ന ഒരു ട്രസ്റ്റ് മാതൃകയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ അത് കൂടുതൽ വ്യക്തതയോടുകൂടി ഇടിക്ക് ക്ലിയർ ചെയ്യേണ്ടി വരും. അതൊരു സമയമെടുക്കുന്ന പ്രോസസ്സാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും ആ രീതിയിലുള്ള റെയ്ഡ് അത് തിരുവനന്തപുരത്തെ 2 സ്ഥലങ്ങളിൽ, ഒന്ന് ശാസ്തമംഗലത്തെ കെ എൻ ആനന്ദകുമാറിന്റെ വീട്ടിലും 2 മംഗലപുരത്തെ സായിഗ്രാമം ആശ്രമത്തിലും പുരോഗമിക്കുകയാണ്. ഷഫീദാണ് കെ എൻ ആനന്ദകുമാറിന്റെ ഈ പറഞ്ഞ സ്ഥാപനത്തിന് മുന്നിൽ റെയ്ഡിന്റെ വിവരങ്ങൾ നൽകിയത്. നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, ലാലി വിൻസെന്റ് തുടക്കം മുതലേ പറഞ്ഞത് ഈ പറഞ്ഞ അനന്തു കൃഷ്ണൻ ലീഗൽ അഡ്വൈസറാണ്, അഭിഭാഷകയാണ്. പറയുന്ന ഭീമമായ തുക വാങ്ങിയത് അഭിഭാഷക ഫീസ് എന്നുള്ള നിലയ്ക്ക് മാത്രമാണ്. ഇപ്പോൾ ലാലി വിൻസെന്റ് വീട്ടിലെ പരിശോധന പുരോഗമിക്കുന്നത് എങ്ങനെയാണ്? ആ പരിശോധനയെ ഇ ഡി ലക്ഷ്യം വെക്കുന്നത് എന്താണ് നിതിൻ?
കാശ്മീർ എന്തായാലും ലാലി വിൻസന്റെ താമസ സ്ഥലത്ത് ഇപ്പോൾ ഇ ഡി റെയ്ഡ് പുരോഗമിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്ന അത് മറൈൻ ഡ്രൈവിലെ പ്രസന്റ് വിഹാർ ഫ്ളാറ്റിലെ 108 നമ്പർ അപ്പാർട്ട്മെന്റിലെ പരിശോധന ഇപ്പോഴും തുടരുന്നു. 2 മണിക്കൂറിലധികമായി ഇവിടെ ഇ ഡിയുടെ റെയ്ഡ് പുരോഗമിക്കുന്നു. നമുക്കറിയാം സംസ്ഥാന വ്യാപകമായി ഇ ഡിയുടെ പരിശോധന തുടരുന്നുണ്ട്. 12 ഇടങ്ങളിലാണ് ഇ ഡിയുടെ പരിശോധന. അതിന്റെ ഭാഗമായുള്ള റെയ്ഡ് തന്നെയാണ് ഇപ്പോൾ ലാലി വിൻസെന്റിന്റെ ഫ്ളാറ്റിലും പുരോഗമിക്കുന്നത്. അനന്ത് കൃഷ്ണനും അതോടൊപ്പം ലാലി വിൻസെന്റ് തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് തന്നെയാണ് പ്രധാനമായും ഇ ഡി അന്വേഷിക്കുന്നത്. ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ഇ ഡിയുടെ അന്വേഷണ പരിധിയിലുണ്ട്. നേരത്തെ തന്നെ ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും റെയ്ഡിന് ശേഷം എന്തായാലും കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് ലഭ്യമാകും. നേരത്തെ തന്നെ ലാലി വിൻസെന്റ് വ്യക്തമാക്കിയിരുന്നു അനന്തകൃഷ്ണനിൽ നിന്ന് 46 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. പക്ഷേ ആ കൈപ്പറ്റിയ തുക അത് അഭിഭാഷക ഫീസ് എന്ന നിലയിലാണ് കൈപ്പറ്റിയത്. അതേസമയം തന്നെ അതിൽ കൂടുതൽ പണം കൈപ്പറ്റിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. ചില ദുരൂഹതകൾ കൂടുതൽ പണം കൈപ്പറ്റിയതായ വിവരങ്ങളാണ് തന്നെയാണ് ഇ ഡി ലഭിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള പരിശോധന തന്നെയാണ് ഇപ്പോൾ ഈ ഫ്ളാറ്റിൽ നടക്കുന്നത്. എന്തായാലും ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സാമ്പത്തിക ഇടപാടായതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അനന്തകൃഷ്ണന്റെ വിവിധ അക്കൗണ്ടുകളിലായി ഏതാണ്ട് 500-ലധികം കോടികൾ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഇടപാട് ശൃംഖലയിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരിലൊക്കെ അന്വേഷണം നീളും എന്ന് തന്നെയാണ് ഇ ഡി വ്യക്തമാക്കിയത്. അതിന്റെ ഭാഗമായുള്ള ഒരു പരിശോധന ഇപ്പോൾ തുടരുകയാണ്. നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ തിരുവനന്തപുരത്തും ഈ പരിശോധന നടന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ലാലി വിൻസന്റെ ഫ്ളാറ്റിൽ ഏതാണ്ട് 2 മണിക്കൂറിലധികമായി ഇ ഡിയുടെ പരിശോധന പുരോഗമിക്കുന്നു. പ്രത്യേകിച്ചും കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിന് ശേഷം ചുവട് പിടിച്ചാണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നീങ്ങിയത്. പല സ്ഥലങ്ങളിൽ ലാലി വിൻസനെതിരെ പരാതി ഉയർന്നിരുന്നു. എന്തായാലും അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാട് അതോടൊപ്പം തന്നെ ഈ പണം ഏത് നിലയിൽ വിനിയോഗിച്ചു, കൂടാതെ ഇതിൽ കള്ളപ്പണ ഇടപാട് തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇ ഡിയുടെ ഈ അന്വേഷണ പരിധിയിൽ വന്നിരിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, അതായത് ഇപ്പോൾ കടവന്ത്രയിലെ അനന്തകൃഷ്ണന്റെ ഓഫീസിൽ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന നടക്കുകയാണ്. ശ്യാംകുമാർ അവിടെ ചേരുന്നുണ്ട്. ശ്യാംകുമാർ, ഈ കടവന്ത്രയിലെ ക്രൈംബ്രാഞ്ച് പരിശോധന എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസമായി തുടരുന്നതാണ് അല്ലേ? ഹാഷ്മി, നേരത്തെ പോലീസായിരുന്നു പരിശോധന നടത്തിയത്. നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘം കഴിഞ്ഞ ദിവസം ഒരു ഘട്ടത്തിൽ പരിശോധന നടത്തി തുടർ പരിശോധനകൾക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ഇന്നലെയാണ് പ്രതിയെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ ലഭിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാപനത്തിൽ നിന്നാണ് ചാക്ക് കണക്കിന് രേഖകൾ കടത്തിക്കൊണ്ടുപോയി എന്നുള്ളത് കണ്ടെത്തിയിരുന്നത്. സ്വാഭാവികമായിട്ടും ആ രേഖകൾ ഉൾപ്പെടെ കണ്ടെത്തണം. നിലവിൽ പ്രതി കസ്റ്റഡിയിലുണ്ട്. മണി ചെയിൻ മാതൃകയിലുള്ള തട്ടിപ്പാണ് താൻ നടത്താൻ ഉദ്ദേശിച്ചിരുന്നതെന്ന് അനന്തകൃഷ്ണൻ ഇന്നലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന നടക്കുന്നത്. രാവിലെ ഇ ഡി ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ ക്രൈംബ്രാഞ്ച് പരിശോധന നടക്കുന്നതിനാൽ ഇ ഡി ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയായിരുന്നു. ഈ സ്ഥാപനം കേന്ദ്രീകരിച്ചാണ് ഏറ്റവും വലിയ തട്ടിപ്പുകൾ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചും നേരത്തെ ലോക്കൽ പോലീസും ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നത്. കാരണം ഇവരുടെ ഈ അക്കൗണ്ടിലേക്കാണ് കോടികൾ CSR ഫണ്ട് നൽകാമെന്ന് പറഞ്ഞ് വാങ്ങിയിരുന്നത്. ആ സ്ഥാപനത്തിൽ തന്നെയാണ് പരിശോധന നടക്കുന്നത്. സാമ്പത്തിക രേഖകൾ ഉൾപ്പെടെ ശേഖരിക്കണമെന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ ഉദ്ദേശം. പക്ഷേ എന്തെങ്കിലും ഇവിടെ മിച്ചമുണ്ടോ എന്നുള്ള സംശയമാണ്. ചാക്കിൽ കെട്ടിയാണ് രേഖകൾ കടത്തിയത് എന്ന പരിശോധനയുടെ ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ എന്തൊക്കെ തരത്തിലുള്ള രേഖകൾ ഇവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാകും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുക. അതിന് പുറമെ ഇന്നലെ ചോദ്യം ചെയ്യലിൽ പ്രതി പറഞ്ഞ ചില കാര്യങ്ങൾ അതിന്റെ സ്ഥിരീകരണത്തിനും ക്രൈംബ്രാഞ്ചിന്റെ ഇന്നത്തെ പരിശോധന അനിവാര്യമാണ്. ഏതായാലും പരിശോധന നടക്കുകയാണ്. നേരത്തെ ക്രൈംബ്രാഞ്ച് SP സോജൻ ഇവിടെ നേരിട്ടെത്തി മടങ്ങിയിരുന്നു. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സംസ്ഥാനത്ത് ഇ ഡി ക്രൈംബ്രാഞ്ച് പരിശോധന പുരോഗമിക്കുകയാണ്. ഇ ഡിയും ഒരുപക്ഷെ അപ്രതീക്ഷിതമാണ്. 12 സ്ഥലങ്ങളിൽ ഏതാണ്ട് ഒരേ സമയം റെയ്ഡ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം കള്ളപ്പണ ഇടപാട്, അതിലെ ക്രൈം എലമെന്റിനപ്പുറം കള്ളപ്പണ ഇടപാട് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇ ഡി പരിശോധന.